ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വാട്ട ഈറ്റിനയുടെ കണ്ടല്ലോ. കുറേ ഇല്ലേ വാട്ട ഈറ്റിനയുടെ ചെയ്തിട്ട്. അപ്പോൾ വർക്കാണ്. രാവിലെ തന്നെ ഞാനിതേ നല്ല അടിപൊളി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയും നല്ലൊരു കാപ്പിയും വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാലൊക്കെ തിളപ്പിച്ചിട്ട് അതിലേക്ക് ഞാനിങ്ങനെയായിട്ട് ഉണ്ടാക്കുക. കാപ്പിപ്പൊടിയും പഞ്ചസാരയും സെപ്പറേറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് പാൽ നന്നായി തിളപ്പിച്ചിട്ട് ഒഴിക്കും. എന്നിട്ട് നന്നായിട്ട് അതുകൊണ്ട് അടിച്ചെടുക്കും. അടിപൊളിയാണ്, നല്ല ഇഷ്ടമാണ് അങ്ങനത്തെ കാപ്പി കുടിക്കാനായിട്ടാണ്. എനിക്ക് എൻ്റെ കാപ്പി കുടിക്കാനാണ് ഏറ്റവും ഇഷ്ടം. വേറെ കാപ്പിനേക്കാളൊക്കെ ഇഷ്ടം എനിക്ക് എൻ്റെ കാപ്പി തന്നെ ഉണ്ടാക്കി കുടിക്കാനാണ് കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയിട്ട് ഇഡ്ഡലിയും കുറച്ച് സാമ്പാറും കുറച്ച് ചട്നിയൊക്കെ എടുത്തിട്ട് ഈ ഒരു കാപ്പിയൊക്കെ എടുത്തിട്ട് നേരെ പോയിട്ട് ഭക്ഷണം കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു. അമ്മയുടെ സാമ്പാർ അടിപൊളിയാണ്, എൻ്റെ ചട്നി നല്ല അടിപൊളിയാണ്, അതുപോലെ തന്നെ കാപ്പിയും സൂപ്പറാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഉണ്ണി നീറ്റപ്പോൾ ഉണ്ണിക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്ന നേരത്തെ അച്ഛൻ ഉഴുന്നുവടല്ല ഉള്ളിവട കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കണം. അത് കണ്ടപ്പോൾ അവനും വേണം. അപ്പോൾ അവനും ഒരു ചെറിയ പൊട്ടൊക്കെ വെച്ച് കൊടുത്തു. എന്നിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ, കുറേ നേരം ഒന്നും പറയാൻ പറ്റില്ല, കഴിച്ച എരിവ് ഇതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു എന്താ പറയുക ബ്രെഡ് എടുത്തിട്ട് പീനട്ട് ബട്ടർ ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയായപ്പോൾ കുറച്ച് ചോറും സാമ്പാറും അതുപോലെ തന്നെ മത്തങ്ങയും പയറും വെച്ചിട്ടുള്ള കറിയും പിന്നെ നല്ലൊരു ഉപ്പുള്ള മാങ്ങച്ചാറും. സംഭവം നല്ല ടേസ്റ്റിയാണ്, പക്ഷേ കുറച്ച് ഉപ്പ് കൂടുതലാണ്. പക്ഷെ അത് എല്ലാം കൂടി കഴിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ അടിപൊളിയാണ്. അങ്ങനെ ഉച്ചത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വൈകുന്നേരത്ത് അമ്മയുടെ കൂടെ അമ്പലത്തിൽ, ഞങ്ങൾ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി രാത്രിത്തെ ഭക്ഷണം കഴിച്ചു. പിന്നെ വീട്ടിൽ വന്നിട്ട് ഒരു ചെറിയ മാങ്ങയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം കേട്ടോ.